പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വഴക്കടിച്ചോളൂ, പക്ഷേ യുദ്ധമാക്കാതെ നോക്കുക. യുദ്ധത്തിൽ ലക്ഷ്യമൊന്നേയുള്ളൂ: എതിരാളിയുടെ പരാജയം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ആര് തോറ്റാലും ആ തോൽവി ഇരുകൂട്ടരുടെയും തോൽവിയാകും. 3 കുടുംബങ്ങളും ബന്ധപ്പെട്ട മറ്റു കുടുംബങ്ങളും ആ തോൽവിയിൽ മുറിവേറ്റ് മേൽപ്പറഞ്ഞ 2 ഉദാഹരണങ്ങളിലും വഴക്കുണ്ടാവുന്നില്ല. പക്ഷേ ആ കുടുംബങ്ങളിൽ സംതൃപ്തിയുണ്ടെന്ന് പറയാനാവുമോ? ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ 2 സന്ദർഭങ്ങളിലും മൗനം അവലംബിക്കുന്നു. കൂടുതൽ ശബ്ദമുയർത്തുന്നയാളുടെ കാര്യം നടക്കുന്നു. നമുക്ക് 3-മതൊരു ഉദാഹരണം നോക്കാം. ഭാര്യ പറയുന്നു, അമ്പലത്തിൽ പോകുന്ന വഴി ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറണം കേട്ടോ. ഭർത്താവ്: ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഭാര്യ: അതെന്താ? ഭർത്താവ്: ഓഫീസിൽ 9:30 എത്തണം. ഭാര്യ: പിന്നെന്നാ നമ്മൾ അവിടെ പോവുക? ചേച്ചിയുടെ മകളുടെ വിവാഹകാര്യം ഏതാണ്ട് ശരിയായി എന്ന് കേട്ടു. ഭർത്താവ്: നമുക്ക് വേറെ ഒരു ദിവസം പോകാം. ഭാര്യ: അതെങ്ങനെ? എന്നും ഈ തിരക്കും ബഹളവുമല്ലേ? ഭർത്താവ് ഭാര്യയെ നോക്കി: നമുക്ക് അടുത്ത ശനിയാഴ്ച ഉച്ചയൂണ് അവിടെയാക്കാം. അന്ന് ചേട്ടന്റെ ബർത്ത്ഡേയുമാണ്. നീ ഇന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കൂ, നമ്മൾ ശനിയാഴ്ച അവിടെ എത്തുമെന്ന്. ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട്: അത് ശരിയാ, സെക്കൻഡ് സാറ്റർഡേ അല്ലേ, സംസാരിക്കാനും സമയം കിട്ടും. 2 അഭിപ്രായങ്ങളുണ്ടായി. അവ തമ്മിൽ ഏറ്റുമുട്ടി. ഒരു ചെറിയ ചർച്ച നടന്നു. ഒടുവിൽ പരിഹാരവുമായി. ഈ ബന്ധത്തിനാണ് ദൃഢത കൂടുതൽ. ഇവിടെ ആരും ആരെയും തോൽപ്പിക്കുന്നില്ല. 2 പേരും ജയിച്ചു. ഇന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് അത് നിരസിച്ചുവെന്ന് ഭാര്യയ്ക്ക് തോന്നരുത്. അതുപോലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പോകാമെന്ന വാഗ്ദാനം പാലിക്കാൻ ഭർത്താവ് ശ്രമിക്കുകയും വേണം. വിട്ടുവീഴ്ചകൾക്ക് മധുരമുണ്ട്. സ്നേഹമുള്ളവരോട് കാട്ടുന്ന വിട്ടുവീഴ്ചയാണ് ഏറ്റവും വലിയ സ്നേഹ സമ്മാനം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.